ഇന്ത്യയിലെ പ്ലാനിങ്ങിനെ കുറിച്ചാണ് ഇനി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്താണ് പ്ലാനിങ്? ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക നയങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള പ്രൊസീഡിങ്സും അടങ്ങുന്ന ഒരു ചുരുങ്ങിയ ഡോക്യുമെൻ്റാണ് യഥാർത്ഥത്തിൽ പ്ലാനിങ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ പ്ലാനിങ്ങിൻ്റെ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത് 1934 വിശ്വേശ്വരയ്യ പ്ലാൻ മുതലാണ്. ദ പ്ലാൻഡ് എക്കണോമി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിലൂടെ വിശ്വേശ്വരയ്യ ഇന്ത്യയിലെ എക്കണോമിയിൽ പ്ലാനിങ് ആദ്യമായിട്ട് അവതരിപ്പിച്ചു. സോ 1934 വിശ്വേശ്വരയ്യ അദ്ദേഹത്തിൻ്റെ പുസ്തകം ഇത്രയും പോയിൻ്റുകൾ നോട്ട് ചെയ്തത്. പിന്നീട് 1938 സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് പ്ലാനുമായിട്ട് രംഗത്ത് വന്നു. നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി എന്ന ഒരു കമ്മിറ്റി രൂപീകരിച്ച് നെഹ്റുവിനെ അതിൻ്റെ ഹെഡാക്കി നിർത്തി നമുക്ക് പ്ലാനിംഗ് ആരംഭിക്കാം എന്ന നിർദ്ദേശമാണ് സുഭാഷ് ചന്ദ്രബോസ് അന്ന് വെച്ചത്. 1938 ദ കോൺഗ്രസ് പ്ലാൻ. പ്ലാനിങ്ങിൻ്റെ ഹിസ്റ്ററിയിലെ അടുത്ത ഘട്ടമാണ് 1944-45 കാലഘട്ടത്തിൽ ബോംബെയിലെ 8 പ്രമുഖ വ്യവസായികൾ 8 പ്രമുഖ ഇൻഡസ്ട്രിയലിസ്റ്റുകൾ ചേർന്നിട്ട് അവതരിപ്പിച്ച ദ ബോംബെ പ്ലാൻ. വ്യവസായ വളർച്ചയിലൂടെ ഇന്ത്യയെ വളർത്തുക എന്ന ലക്ഷ്യത്തോടെ അവരവതരിപ്പിച്ച ബോംബെ പ്ലാൻ. അതിനെക്കുറിച്ചും നമ്മൾ ഓർത്തിരിക്കണം. 1944-45 കാലഘട്ടത്തിലാണ് ബോംബെ പ്ലാൻ അവതരിപ്പിക്കുന്നത്. 1950 കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ 1950 ജനുവരിയിൽ ജയപ്രകാശ് നാരായൺ അവതരിപ്പിക്കുന്ന സർവോദയ പ്ലാൻ. ആ പ്ലാനിൽ വ്യക്തമായിട്ട് പറയുന്നത് ഇന്ത്യയുടെ വികസനം അത് കൃഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചെറു വ്യവസായങ്ങളും വഴിയായിരിക്കും. അതുകൊണ്ട് അതിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു വ്യവസായ നയം അല്ലെങ്കിൽ ഒരു സാമ്പത്തിക നയമാണ് ഇന്ത്യക്ക് വേണ്ടത് എന്നതായിരുന്നു ജയപ്രകാശ് നാരായണൻ്റെ നിർദ്ദേശം. അതിനാൽ ഇത്രയും പ്ലാനുകളെക്കുറിച്ച് നമ്മൾ എക്സാംസ് എഴുതുമ്പോൾ അറിഞ്ഞിരിക്കണം, ഓർത്തിരിക്കണം. അടുത്ത പോയിൻ്റ് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്ലാനിങ്. പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? എക്കണോമിക് ഗ്രോത്താണ് പ്ലാനിങ്ങിൻ്റെ ആദ്യത്തെ ഒബ്ജക്റ്റീവ്. കാരണം സാമ്പത്തിക വികസനം എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? പ്രൊഡക്ഷൻ കൂടുന്നത് മൂലമാണ്. സോ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ അത് ഇൻക്രീസ് ചെയ്താലേ സാമ്പത്തികമായി ഒരു രാജ്യത്തിന് ഉന്നതി ഉണ്ടാവുകയുള്ളൂ. അടുത്ത ഒബ്ജക്റ്റീവാണ് പോവർട്ടി അലീവിയേഷൻ എന്ന് പറയുന്നത്. അതായത് പട്ടിണി അത് കുറച്ചാൽ മാത്രമേ നമുക്ക് സാമ്പത്തികമായി ഉന്നതി നേടി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഉദാഹരണമായിട്ട് നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാമിലൂടെ നമ്മുടെ രാജ്യം സാധാരണ ജനങ്ങൾക്ക്, പ്രത്യേകിച്ചും താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് ജോലി ഗ്യാരണ്ടി ചെയ്യുമ്പോൾ അതിലൂടെ നമ്മുടെ സാമ്പത്തിക രംഗം അഭിവൃദ്ധിപ്പെടുകയാണ്. കാരണം താഴേക്കിടയിലുള്ളവർക്ക് ജോലിയും വരുമാനവും ലഭിക്കുമ്പോൾ നമ്മൾ സാമ്പത്തികമായിട്ട് ഉയരുന്നു, രാജ്യം ഉയരുന്നു. പ്ലാനിങ്ങിൻ്റെ അടുത്ത ഒബ്ജക്റ്റീവാണ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ. എത്ര കൂടുതൽ എംപ്ലോയ്മെൻറ്റ് നമ്മുടെ രാജ്യത്ത് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുമോ അത്രയും അധികം നമ്മുടെ രാജ്യം സാമ്പത്തികമായി മുന്നേറും. കൂടുതൽ ആളുകൾ ജോലി ചെയ്യും, ഇൻകം ഉണ്ടാക്കും, അതുവഴി നമ്മുടെ രാജ്യം മുന്നോട്ട് പോകും. കൺട്രോളിങ് എക്കണോമിക് ഇനിക്വാലിറ്റി അതാണ് നമ്മുടെ പ്ലാനിങ്ങിൻ്റെ അടുത്ത ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. സാമ്പത്തികമായ ഒരു
തുല്യതയില്ലായ്മ. അത് എത്രമാത്രം കുറച്ചു കൊണ്ടുവന്ന് എല്ലാ ജനങ്ങൾക്കും ഏകദേശം ഒരേപോലെയുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയെങ്കിലും ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പ്ലാനിങ് സക്സസ് ആകുകയും നമ്മുടെ രാജ്യം വികസിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ആ ഒബ്ജക്റ്റീവ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ അറ്റൈൻ ചെയ്യേണ്ടത് സെൽഫ് റിലയൻസ് ആണ്. സ്വദേശി പ്രസ്ഥാനം എന്ന സ്വാതന്ത്ര്യ സമരകാലത്തെ മുദ്രാവാക്യം നമ്മളിപ്പോഴും വീണ്ടും ഓർക്കേണ്ടതുണ്ട്. സെൽഫ് റിലയൻസ്. നമുക്കാവശ്യമായ സാധനങ്ങൾ നമ്മൾ തന്നെ നമ്മുടെ രാജ്യത്ത് നിർമ്മിച്ച് നമ്മുടെ ജനങ്ങൾക്ക് നൽകിയാൽ സാമ്പത്തികമായിട്ട് നമ്മൾ മുകളിലേക്ക് ഉയരും. കാരണം നമ്മുടെ രാജ്യത്തിന് ധാരാളം ഡോളർ സേവ് ചെയ്യാൻ സാധിക്കും. ഇമ്പോർട്ട് വഴി നമ്മൾ നഷ്ടപ്പെടുത്തുന്ന ഡോളറുകൾ സെൽഫ് റിലയൻസിലൂടെ നമുക്ക് നേടാൻ സാധിക്കും. നമ്മുടെ ജനങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് നമ്മൾ തന്നെ ഇറക്കുമതി ചെയ്യാതെ നൽകുമ്പോൾ നമ്മുടെ രാജ്യം വളരുകയാണ് ചെയ്യുന്നത്. നമ്മുടെ RBIയുടെ കയ്യിലുള്ള ഡോളറിൻ്റെ ശേഖരം ഓട്ടോമാറ്റിക്കലി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. എക്സ്പോർട്ട് വഴി ഡോളർ ശേഖരം വർദ്ധിക്കും, ഇമ്പോർട്ട് വഴി ഡോളർ ശേഖരം കുറയും. സോ ഇമ്പോർട്ട് കുറച്ച് സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി സെൽഫ് റിലയൻസ് നേടുമ്പോൾ നമ്മുടെ ഡോളർ കൂടും. പ്ലാനിങ്ങിൻ്റെ അടുത്ത ലക്ഷ്യം തീർച്ചയായിട്ടും മോഡേണൈസേഷൻ ആയിരിക്കണം. എപ്പോഴും പ്രൊഡക്ഷൻ കൂട്ടാൻ, അത് ഇൻഡസ്ട്രിയലായാലും ശരി, അതുപോലെ തന്നെ അഗ്രികൾച്ചർ സെക്ടറിലായാലും ശരി, പ്രൊഡക്ഷൻ കൂട്ടുന്നതിന് മോഡേണൈസേഷൻ അത്യാവശ്യമാണ്. അങ്ങനെ മോഡേണൈസേഷൻ വഴി പ്രൊഡക്ഷൻ കൂട്ടുമ്പോൾ നമുക്ക് കൂടുതൽ ഉൽപ്പന്നങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനും അവ എക്സ്പോർട്ട് ചെയ്യാനും സാധിക്കും. സോ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അഡീഷണലായിട്ട് കിട്ടുന്ന നമ്മുടെ ഇൻകം അല്ലെങ്കിൽ നമ്മളുടെ RBIക്ക് ലഭിക്കുന്ന ഡോളർ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ കരുത്തുറ്റതാക്കും. സോ കോൺസെൻട്രേറ്റ് ഇൻ മോഡേണൈസേഷൻ, കോൺസെൻട്രേറ്റ് ഇൻ എക്സ്പോർട്ട്.